ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് നോക്കാൻ പോകുന്നത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ടോപ്പ് പോയിന്റ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പുതിയൊരു ഫേഡഡ് വീലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫേഡഡ് വീലിൽ ഏത് റിവാർഡാണ് വരുന്നത്, എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ഇവന്റ് വരുന്നത്, ഇതൊക്കെ ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നതായിരിക്കും. പിന്നെ അവസാനമായിട്ട് നാളെ രാവിലെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ടുനൈറ്റ് അപ്ഡേറ്റ് ഏതാണെന്ന് ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന പോലെ റെഡ് കാർഡ് ഫിനിഷിംഗ് മൂവ് എന്ന ഈ ഒരു ഫിനിഷിംഗ് മോഡാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ഫിനിഷിംഗ് മോഡിനെ പറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ ഫുട്ബോളിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ റെഡ് കാർഡ് എല്ലാ കാർഡില്ലേ അതിങ്ങനെ എറിയുന്ന പോലെയാണ് ഈ ഒരു ഫിനിഷിംഗ് മോഡ് വരുന്നത്. അത്യാവശ്യം ഇട്ട് വരപ്പിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിംഗ് മോഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇന്നൊന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ വേൾഡ് കപ്പ് ഇപ്പോൾ നടക്കുകയാണല്ലോ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ആ ഒരു വേൾഡ് കപ്പിന്റെ തീമിലാണ് ഈ ഒരു ഇമോട്ടും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇവന്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇമോട്ട് എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ 19-ാം തീയതി ആയിരിക്കും ഈ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഇതൊരു കൺഫേം ആയിട്ടുള്ള ന്യൂസാണ്. 100% ഉറപ്പായിട്ട് ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് 19-ാം തീയതി വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ടോപ്പ് പോയിന്റ് വരാൻ പോവുകയാണ്. ലെസ് ഈസ് മോർ എന്ന ഈ ഒരു ടോപ്പ് പോയിന്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ടോപ്പ് പോയിന്റ് ആർക്കാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഗെയിമിൽ ടോപ്പ് അപ്പ് ഒന്നും ചെയ്യാത്തവർക്കായിരിക്കും ഈ ഒരു ടോപ്പ് പോയിന്റ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടോട്ടലായിട്ട് 520 ഡയമണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഓഫറായിട്ട് കിട്ടാൻ പോകുന്നത്. 0 ഡയമണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 60% ഓഫർ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ 50 ഡയമണ്ടിൽ കൂടുതലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 40% ഓഫർ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 150 ഡയമണ്ടിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 20% ആയിരിക്കും ഓഫർ കിട്ടാൻ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ 350 കൂടുതൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0% ആയിരിക്കും ഓഫ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ കുറയുന്നതായിരിക്കും. ഒരു ഡയമണ്ട് ടോപ്പ് ചെയ്യാത്ത പ്ലേയേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് പോയിന്റ് വെർത്തായിരിക്കും. അതല്ല നിങ്ങൾ ടോപ്പ് ചെയ്യുന്ന പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവന്റ് അത്രയ്ക്കും വെർത്തല്ല. അപ്പോൾ ഈ ഒരു ഇവന്റ് എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ 18-ാം തീയതി ആയിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത്. ഇതും കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്, ഒരു മാറ്റവും ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഗൈസ്, അപ്പോൾ അവസാനത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ നാളെ രാവിലെ വരാൻ പോകുന്ന ടുനൈറ്റ് അപ്ഡേറ്റ് ഏതാണെന്നാണ്. ഇവിടെ കാണുന്ന ഈ ഒരു റിംഗ് ഇവന്റാണ് നമ്മുടെ ഗെയിമിലോട്ട് നാളെ രാവിലെ വരാൻ പോകുന്നത്. ബ്ലൂ ലോക്ക് എന്നാണ് ഈ ഒരു റിംഗ് ഇവന്റ് പേര് വരുന്നത്. ഈ ഒരു ഇവന്റിൽ മെയിനായിട്ട് 4 റിവാർഡ്സ് ആണ് വരുന്നത്. 3 ബണ്ടിൽസും അതോടൊപ്പം ഒരു ഇമോട്ടും ആണ് വരുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു റിൻ ബണ്ടിലാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ സെക്കൻഡ് ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു വൈറ്റ് തീമിൽ വരുന്ന ഈ ഒരു ബണ്ടിലാണ്. അതുപോലെ നോക്കുവാണെങ്കിൽ ചെറിയ ആനിമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന പോലെ ആയിരിക്കും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ ഇവിടെ കാണുന്നതാണ് 3-ാമത്തെ ബണ്ടിൽ വരുന്നത്. എല്ലാ ബണ്ടിൽസും നോക്കുവാണെങ്കിൽ സെയിം ആയിട്ടാണ് തോന്നുന്നത്. ചെറിയ ആനിമേഷനും കാര്യങ്ങളാണ് വ്യത്യാസമുള്ളത്. പിന്നെ അവസാനത്തെ ബണ്ടിൽ ഏതാണ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ബണ്ടിലാണ്. ഒരു കുഴപ്പമില്ലാത്ത ബണ്ടിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാ ബണ്ടിൽസും ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 3 ബണ്ടിൽസ് ആയിരിക്കും മെയിൻ ബണ്ടിലായിട്ട് വരാൻ പോകുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ഇമോട്ടാണ്. ഇമോട്ട് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഇമോട്ടാണ്. ബോളിങ്ങനെ അടിക്കുന്ന പോലുള്ള ഒരു ആനിമേഷനാണ് ഈ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അത്യാവശ്യം നൈസായിട്ടുള്ള ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും റിവാർഡ്സാണ് ഈ ഒരു റിംഗ് ഇവന്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇവന്റ് നാളെ രാവിലെ നമ്മുടെ ഗെയിമിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.